ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പരീക്ഷണമാണ്, ബോഗൻവില്ലേമയുള്ള ഒരു പരീക്ഷണം. അപ്പോൾ നമ്മളുടെ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മൾട്ടി കളർ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ബോഗൻവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കളറിനാണ് നമുക്ക് പൈസ അല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ കാറ്റ്സ് ഗ്ലോ ഇങ്ങനെ പടർന്ന് നിൽക്കണ കണ്ടല്ലോ. നമ്മളുടെ മതിലുമ്മ കൂടെ പോയി അതിനുശേഷം നമ്മളൊരു ആർച്ച് ഉണ്ടായിരുന്നു, ആർച്ചൊക്കെ കവർ ചെയ്ത് അവന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഭയങ്കര കൂളിങ്ങാണ് കേട്ടോ. നിന്ന് കഴിഞ്ഞാൽ ഒട്ടും വെയിലുണ്ടാവില്ല, എന്താ പറയുക, നല്ല തണുവാണ്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ നായകനും നായികയൊക്കെ ഇരിക്കണത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാം. ഇത് നമ്മളുടെ ഒരു ബൊഗൈൻവില്ല. ഞാൻ പഴയ ഒരു വലിയൊരു ബൊഗൈൻവില്ല ആയിരുന്നു, അത് കട്ട് ചെയ്തിട്ട് ആളെ തല കുഴിച്ചിട്ടിരിക്കുകയാണ്, വേര് പിടിക്കാൻ നോക്കാനാണ്. ഇത് ഒരു ബൊഗൈൻവില്ലയുടെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഈ വീഡിയോ മൊത്തം പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾക്ക് സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയാനാണ്. അപ്പോൾ ഈ മൾട്ടി കളർ ബൊഗൈൻവില്ല കണ്ടപ്പോൾ തൊട്ട്, കാരണം ഒരു കളറിന് ഒക്കെ 750, 1500 ഒരു കളർ. അപ്പോൾ 2-3 കളറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4500 അവർ പറയണത്. നമ്മൾ മണ്ണുത്തിയിൽ ഫാമിൽ പോകുമ്പോൾ ചോദിക്കണതാട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കൂടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സക്സസ് ആയില്ല, പാളി. ഇപ്രാവശ്യം ഞാൻ ഇത് തുറക്കണതിന് മുന്നേ ഞാൻ ചെടികൾ കണ്ടു. നമുക്ക് കവറിൻ്റെ പുറത്തു കൂടെ കാണാമല്ലോ ഇങ്ങനെ ചെറിയ തളിരിലകൾ. അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് പൊടിച്ചതാണോ ഇല്ലെങ്കിൽ പഴയ ബൊഗൈൻവില്ലേമെന്ന് പൊടിപ്പ് വന്നതാണോ എന്ന് അറിയില്ല. എന്നാലും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതെന്ന് പറയണത് 3rd വണ്ണാണ്. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ഫ്ലോപ്പായിരുന്നു. രണ്ടാമത് ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിൽ ഫസ്റ്റ് ഇങ്ങനെ എന്താ പറയുക തലയിൽ തട്ടൊക്കെ ഇട്ട് മൂടി ഇരിക്കുന്നുണ്ടായിരുന്നു, ആളാണ് രണ്ടാമത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടു, ഓൾറെഡി പൊടിച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 3ാമത് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ തളിരിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ എന്താ പറയുക, നമ്മൾക്കിങ്ങനെ കുറേ കട്ടിങ് അങ്ങനെ വേസ്റ്റായി പോകുമല്ലോ. അപ്പോൾ ഞാനിത് വലിയ ആൾക്കാർ നന്നായി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യണ പോലെ ചുറ്റും ഞാൻ ഒരു 6 അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 2-3 പിടിച്ചിട്ടുള്ളൂ. അത്യാഗ്രഹം കൊണ്ടാണ്. ഒരു 3 വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതും 3 നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. എന്നാലും കുറച്ച് സ്ട്രോങ്, എന്താ പറയുക, ഇലകൾക്ക് കുറച്ചൊരു കരുത്ത് കുറവുള്ള പോലെയുണ്ട്. ഇനി സമയമാവാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എനിവേ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചൂട്ടത്ത് ഇത് എത്ര കണ്ട് സർവൈവ് ചെയ്യുമെന്ന് മാത്രമാണ് നമുക്ക് നോക്കണം. ഇനി ഇതാണ് നമ്മളുടെ 2ാമത്തെ ആള്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇത് ഫുള്ള് കംപ്ലീറ്റ്, അതായത് മൊത്തത്തിൽ ഇതങ്ങ് ബഡ് ചെയ്തത്. ഒരു 6 കണ്ട് ബഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പിടിച്ചു വന്നു. ഇത് ഓക്കെ ആയിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ബഡൊക്കെ വന്നിട്ടുണ്ട്. ബഡ് ചെയ്തത് ഇതും നന്നായി പൊടിച്ചു വന്നു. ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. ഈ കവറൊക്കെ ഇട്ട് മൂടി എന്നും സ്പ്രേ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് നോക്കിയേ, ഇതിൻ്റെ ബഡ് ചെയ്തിരിക്കുന്നതിൻ്റെ താഴ്ന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഈ കവർ ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിറയെ പച്ചപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാ ബഡും പിടിച്ചിട്ടുണ്ട്, എങ്ങനെയായാലും ഒരു 90% പിടിച്ചിട്ടുണ്ട്. പക്ഷേ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലാവണത് ആകെ 2 പിടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ബഡിൻ്റെ അടിയിൽ നിന്നാണ് ഈ പൊടിപ്പുകളൊക്കെ വന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ അറ്റംപ്റ്റ് ആണല്ലോ, നമ്മൾ ട്രൈ ചെയ്യണം. നമ്മളെ എക്സ്പീരിയൻസിലൊന്നുമില്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കല്. അപ്പോൾ ഇനിയും അത് ചാൻസ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ആ ബഡ് പിടിച്ചിട്ടില്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അവിടെ തന്നെ ഒന്നും കൂടെ ചെയ്യാം. കാരണം ബഡ് ചെയ്യാനുള്ള സകല സാമഗ്രികളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ബഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇടുമല്ലോ, ഒരു കവർ പോലെ ഇടും. അത് ബഡിങ് എന്തോ അതിനൊരു പേരുണ്ട്, അത് വാങ്ങിച്ചു. നമ്മളുടെ ബ്ലേഡിൻ്റെ ഫുൾ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു നൈഫ് പോലത്തെ ഒരു സാധനം ഉണ്ട് ഇതിന് കട്ട് ചെയ്യാനായിട്ട്, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ടേപ്പ് ഉണ്ട്, ബഡിങ് ടേപ്പ്, അതൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിർത്താൻ കണ്ടിട്ടില്ല പരമാവധി. അതായത് ഇത്രയും സക്സസ് ആയല്ലോ, അപ്പോൾ ഞാൻ ഇനിയും വിടില്ല. സത്യത്തിൽ ഈ ബഡിങ് മഴക്കാലത്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ മഴക്കാലമാകുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ ഇതിൽ എത്രമാത്രം പൂക്കളുണ്ടാവോ, ഇതിൻ്റെ എന്താ പറയുക ഫ്യൂച്ചർ, എന്തായി തീരും, ഇതൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.